എല്ലാവർക്കും ഒരു ധർമ്മമല്ല, ഓരോരുത്തർക്കും ഓരോ കർത്തവ്യമുണ്ട്. ഒരു രോഗിയുടെ ധർമ്മം എന്താ? വൈദ്യൻ പറഞ്ഞ പോലെ ജീവിക്കൽ. ഇന്നന്ന ഔഷധങ്ങൾ ഇന്നന്ന അളവിൽ ഇന്നന്ന സമയത്ത് കഴിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അതതുപോലെ കഴിക്കണം. ഇന്നന്ന ചെയ്യരുത്, ഇന്നന്ന ഭക്ഷണം കഴിക്കരുത് എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അതനുഷ്ഠിക്കലാണ് ഒരു രോഗിയുടെ ധർമ്മം. ആ ആൾക്ക് അതാണ്, ആ രോഗം മാറുന്നവരെ ആ ധർമ്മം അതാ. അപ്പോൾ കർത്തവ്യ നിർവഹണം എന്നർത്ഥം. എന്താ ധർമ്മം ചോദിച്ചാൽ കർത്തവ്യ നിർവഹണം എന്നതിനർത്ഥം. ഒരു വിദ്യാർത്ഥിയുടെ ധർമ്മം എന്ത്? ഗുരുകുലത്തിൽ താമസിച്ച് നല്ല ശാസ്ത്രങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ശ്രദ്ധാഭക്തിയോടുകൂടി അത് ഗ്രഹിക്കുക, ശ്രദ്ധയോടുകൂടി. വാർദ്ധക്യത്തിലൊന്നും പറ്റില്ല. ആ ചെറുപ്പകാലത്ത് മാത്രമേ എന്തെങ്കിലും പഠിക്കാനായിട്ട് മനുഷ്യന് പറ്റുള്ളൂ. അങ്ങനെ പഠിച്ച് ശീലിക്കണം. അതാണ് ആ വിദ്യാർത്ഥിയുടെ കർത്തവ്യം. വേറെ ഒന്നും കർത്തവ്യമല്ല. അപ്പം എന്താണ് ഭഗവൻ നാമങ്ങൾ ജപിക്കലാണോ? എന്താണ് കർത്തവ്യം ചോദിച്ചാൽ ഗുരുകുലത്തിൽ വേദം പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ കർത്തവ്യം വേദം പഠിക്കൽ മാത്രം. അവർ ഹരേ രാമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നാൽ വേദം വശാവില്ല. വേദമാണ് കർത്തവ്യം ഉപദേശിച്ചത്. അപ്പോൾ എന്താണോ മനുഷ്യൻ്റെ ശരിയായിട്ടുള്ള കർത്തവ്യം അതാണ് ധർമ്മം. ഭേദോക്തം കർത്തവ്യം കർമ്മ ധർമ്മ. ഒരധ്യാപകനാണെങ്കിൽ എന്ത് വേണം? എന്ത് വിഷയമാണോ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് അതിന് വേണ്ട കാര്യങ്ങളെല്ലാം എപ്പോഴും വിജ്ഞാനം ആർജിച്ചു കൊണ്ടിരിക്കണം. നിരന്തരം ആർജിച്ച് ശിഷ്യന്മാർക്കത് പറഞ്ഞു കൊടുക്കലാണ് അധ്യാപകൻ്റെ ധർമ്മം. ഇങ്ങനെ ഓരോരുത്തർക്ക് ആ ധർമ്മം വിധിച്ച ധർമ്മങ്ങളുണ്ട്. യാതൊരു ക്ലേശമില്ല അതനുഷ്ഠിക്കാൻ. അതുകൊണ്ട് നമുക്ക് എല്ലാ ശ്രേയസ്സും ഉണ്ടാവും. അതാണ് ഭാഗവതത്തിൽ ആദ്യം മുതൽ അവസാനം വരെ. ധർമ്മ പ്രോജ്ജിത കൈതവോത്ര പരമ. ഉത്കൃഷ്ടമായിട്ടുള്ള ശരിയായിട്ടുള്ള ധർമ്മം എന്ന് പറഞ്ഞു. അതനുഷ്ഠിക്കുന്നവർക്ക് എന്ത് കിട്ടും? താപത്രയോന്മൂലനം. എല്ലാ തരത്തിലുള്ള താപങ്ങളും ദുഃഖങ്ങളും ഇല്ലാതാവും. അത് ആധ്യാത്മികമോ അതിദൈവികമോ അതിഭൗതികമോ ഏതായാലും. ഇതാണ് ഭാഗവതത്തിൽ ആദ്യം മുതലേ ഭാഗവതമാകുന്ന ശാസ്ത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അതാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ ഒപ്പം സാകം വിജഹ്രുഹു കൃത പുണ്യപുഞ്ജാഹ. എത്രയോ ആൾക്കാർ ഭഗവാന്റെ ഒപ്പം കൃഷ്ണൻ്റെ ഒപ്പം അങ്ങനെ കളിച്ച് ആനന്ദിച്ച് സൂര്യനുദിച്ച് അസ്തമിക്കുന്നത് അറിയാണ്ട് അങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. അപ്പോഴാണ് വലിയ വേനൽക്കാലം വന്നത്. അതൊന്നും അവരറിഞ്ഞില്ല. താപത്രയം ഇല്ലാതാക്കുന്ന ഭഗവാന്റെ ഒപ്പം കളിച്ചിറക്കുന്നവർക്ക് എന്ത് താപം ഭൗതികമായിട്ടുള്ള ഒന്നും ബാധിച്ചില്ല. അത് കഴിഞ്ഞ് അങ്ങനെ വലിയ വേനൽ. വസന്ത ഇവ ലക്ഷിതാഹ. വസന്തകാലം പോലെയാണ് ഭഗവാന്റെ ഒപ്പം നടക്കുന്ന കുട്ടികൾക്ക് തോന്നിയതെന്ന്. വസന്ത ഇവ ലക്ഷിതാഹ. പിന്നെ വേനൽക്കാലമെന്ന് അങ്ങനെ മനസ്സിലാക്കിയതാണെങ്കിൽ പാടലാദിപ്രസവ നികരമാത്രഗ്രാഹ്യ കർമാനുതാപേ. വേനൽക്കാലത്ത് മാത്രം പൂക്ക കായ്ക്കൊക്കെ ചെയ്യുന്ന ചില ചെടികൾ കണ്ടപ്പോഴാണ് വേനൽക്കാലം എന്ന് മനസ്സിലാക്കിയത്. ഇങ്ങനെയെല്ലാം കഴിഞ്ഞ് പിന്നീടാണ് നല്ല വർഷക്കാലം വന്നു എന്നാണ്. അതിനൊക്കെ ഇവിടെ വർണ്ണിച്ചു. കഥകളൊന്നും പറയാതെ ഋതുവർണ്ണന. വർഷക്കാലവും ശരത്കാലം മാത്രം 20-ാമത്തെ അധ്യായത്തിൽ വർണ്ണിച്ചു. നല്ല തെളിഞ്ഞിരുന്നായിരുന്ന ആകാശം മുഴുവൻ കാർമേഘം വന്ന് നിറഞ്ഞ് ഇരുട്ടായിരുന്നു. എന്താ അതിന് സാദൃശ്യം പറഞ്ഞത്? ഭഗവാനെ ഭജിക്കാത്തവരുടെ മനസ്സ് ദുർവിചാരം ചെയ്ത് തമോ ഗുണമായിട്ടങ്ങോട്ട് നിറയണ ശോകമൂകമാവണ പോലെ എന്ന് വർണ്ണിച്ചു. പിന്നീട് മേഘങ്ങൾ ധാരാളമായിട്ട് വർഷിക്കാൻ തുടങ്ങി. യാതൊരു കുറവും കൂടാതെ ധാരാളമായിട്ട്. നല്ല ധനികന്മാരായിട്ടുള്ള ആളുകൾ ദരിദ്രന്മാർക്ക്
ധാരാളമായിട്ട് സജ്ജനങ്ങൾക്ക് അങ്ങനെ വാരിക്കോരി കൊടുക്കുന്ന പോലെയെന്ന. മേഘങ്ങൾ കണ്ടപ്പോൾ സന്തോഷമായി ഗോവർദ്ധനത്തുള്ള മയിലുകൾ നൃത്തം വച്ചു എന്നാണ്. അതെങ്ങനെ ഇരിക്കും, എങ്ങനെയാണെന്നാണെങ്കിൽ യഥാ അച്യുതജനാഗമേ. ഒരു ഗൃഹത്തിലെ ആൾക്കാർ, ഗൃഹസ്ഥൻ വല്ലാതെ ദുഃഖിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ നല്ല അതിഥികൾ അങ്ങോട്ട് വന്ന് കയറിയാലോ ദുഃഖമെല്ലാം പോയി. ആരെ ഗൃഹത്തിലാണെങ്കിലും അതിഥികൾ വന്നു കഴിഞ്ഞാൽ ദുഃഖമില്ല. അതിഥി ദേവോ ഭവ. ഭഗവാൻ തന്നെയാണ് അതിഥി രൂപത്തിൽ വരണേ. അതുകൊണ്ടാണ്